നിറവിലും പ്രൗഢിയോടെ കൊച്ചിയുടെ മുഖമുദ്രയായ ഹാർബർ പാലം കൊച്ചി തുറമുഖ നഗരിയെയും കൊച്ചി പൈതൃക നഗരിയെയും ബന്ധിപ്പിക്കുന്ന ഈ പുരാതന പാലം നിലവിൽ വന്നിട്ട് 80 വർഷം പിന്നിടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോ 1940 നിർമ്മാണം പൂർത്തിയാക്കി 1943 കമ്മീഷൻ ചെയ്ത ഹാർബർ പാലത്തിന് സവിശേഷതകൾ ഏറെയാണ്. നിലവിൽ പൈതൃക സ്മാരകമായി സംരക്ഷിച്ചു വരികയാണ് ഈ ചരിത്ര നിർമ്മിതി. മട്ടാഞ്ചേരി പാലം, തോപ്പുംപടി പാലം എന്നിങ്ങനെ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ് ഹാർബർ പാലം. 1940 നിർമ്മാണം പൂർത്തിയാക്കി 1943 ഏപ്രിൽ 13 കമ്മീഷൻ ചെയ്ത ഹാർബർ പാലം 55 വർഷക്കാലം ദേശീയപാതയുടെ ഭാഗമായിരുന്നു. കൊച്ചി തുറമുഖ നഗരിയെയും കൊച്ചി പൈതൃക നഗരിയെയും ബന്ധിപ്പിക്കുന്ന ഈ പുരാതന പാലം നിലവിൽ വന്നിട്ട് 80 വർഷം പിന്നിടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോ പാശ്ചാത്യ വൈദഗ്ധ്യ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ഈ പുരാതന പാലത്തിന് സവിശേഷതകൾ ഏറെയാണ്. കായലിന്റെ നടുവിലൂടെ ചരക്കുകളുമായി എത്തുന്ന കപ്പലുകൾക്ക് മുന്നിൽ പാലത്തിന്റെ നടുഭാഗം മുകളിലേക്കുയർന്നു മാറുമായിരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനായി പ്രത്യേക സ്പ്രിംഗ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതും ഹാർബർ പാലത്തിനാണ്. ലണ്ടനിലെ പാലത്തിന്റെ നിർമ്മാണവുമായി സാമ്യമുള്ളതിനാൽ നാട്ടുകാർ ഇതിനെ കൊച്ചിയുടെ ലണ്ടൻ പാലം എന്നും വിളിക്കുന്നു. ഭാരവാഹനങ്ങൾ കൊണ്ടുപോകാൻ ഹാർബർ പാലം ദുർബലമായപ്പോൾ 1998 പുതിയ പാലം നിർമ്മിച്ച് തുറന്നുകൊടുത്തു. പുതിയ പാലം വന്നതോടെ പഴയ പാലം ഭാഗികമായി അടച്ചതിനാൽ നിലവിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടത്തിവിടുന്നുള്ളൂ. കൂടാതെ ചരിത്ര നിർമ്മിതിയായ ഈ ഹാർബർ പാലം പൈതൃക സ്മാരകമായി സംരക്ഷിച്ചു പോരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.